ക്രിക്കറ്റ് എന്നും കുട്ടികൾക്കൊരു ആവേശമാണ്. ആദ്യമായിട്ട് അപ്പയുടെ കൂടെ ക്രിക്കറ്റ് കളി പഠിക്കുന്നതിൻ്റെ സന്തോഷം രണ്ടുപേരുടെ മുഖത്ത്. ഞങ്ങളുടെ വേനലവധി ഇങ്ങനെ തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞപ്പം അമ്മ വീട്ടിലേക്ക് പോയി. അവിടുത്തെ ശാന്തമായ അന്തരീക്ഷമൊക്കെ ഞങ്ങളെത്തിയപ്പോഴേക്കും പെട്ടെന്ന് മാറി. എല്ലായിടത്തും കളിപ്പാട്ടവും ചിരിയും ബഹളവും. നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അതേ പറമ്പിലോട്ടൊക്കെ ഒരു പോക്ക്. അതുണ്ടോ ഇവിടെയുള്ള കിളിച്ചുണ്ടന്മാവിലൊക്കെ നോക്കി എന്തോ പറയുന്നു, ആലോചിക്കുന്നു, എണ്ണുന്നോ. എത്തുന്നതിന് തൊട്ട് മുൻപ് ഒരു മൾബറി മരമുണ്ട്. അതേ നിന്നുള്ള മൾബറിയൊക്കെ കഴിച്ചിട്ടായി നടപ്പ്. മുഖത്തൊക്കെ കറയാക്കി. എന്തായാലും ആൾ മുൻപോട്ട് പോവാം, നമുക്കൂടി പുറകെ ഒന്ന് പോയി നോക്കിയാലോ. അങ്ങനെ ഞാനും പുറകെ വെച്ച് പിടിച്ചു. പറമ്പിൻ്റെ ആ ഭാഗത്ത് 2 മാവുകളുണ്ട്. അങ്ങോട്ടാന്ന് തോന്നുന്നു പോക്ക്. ഇച്ചപോലെ അവിടെ ചെന്നപ്പോൾ ആൾ നിന്നു. മൂവാണ്ടന്മാവ് നിറച്ചു മാമ്പഴമുണ്ട്. മാവേ ഒരു മാമ്പഴം തരാവോന്ന്. മൂവാണ്ടന്മാവിലെ മാങ്ങയെല്ലാം പറിക്കാൻ തീരുമാനിച്ചേ. തേ വരുന്നു ക്യാച്ച്. ഇതെല്ലാം ക്രിക്കറ്റ് കളി വെറുതെ ആയില്ല. മാങ്ങകളെല്ലാം കിട്ടിയത് ഞങ്ങൾ ചാക്കിലാക്കി വീട്ടിലേക്ക് നടന്നേ. എന്നാൽ പിന്നെ തുടങ്ങുമല്ലേ. ഇഷ്ടമില്ലെന്ന് പറഞ്ഞ പിള്ളേർ പോലും എന്തേ കളറുള്ള ഫോർക്കൊക്കെ കിട്ടിയപ്പോൾ കുത്തി കുത്തി കഴിപ്പ് തുടങ്ങി. എല്ലാവരും മത്സരിച്ച് കഴിക്കുന്നുണ്ട്. മുറ്റത്തോടെ ചേർന്ന് നിൽക്കുന്ന നാട്ടുമാവ് ഒട്ടും കുറച്ചില്ല. ഇഷ്ടം പോലെ മാമ്പഴം ചാടിച്ചു തന്നു. ഇരട്ടപ്പിള്ളേരൊക്കെ വിരുന്ന് വന്നുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും നാട്ടുമാവ് ഞങ്ങൾക്കൊരു സർപ്രൈസ് കൂടി തന്നു. ഇത് കണ്ടോ, ഒരു സയാമീസ് ഇരട്ട മാമ്പഴം. ആദ്യമായിട്ടാണ് ഇവിടെ എല്ലാവരും അതുപോലെ ഞാനും ഇങ്ങനൊരു മാമ്പഴം കാണുന്നത്. ഇതുവരെ ഈ മാവിൽ ഇങ്ങനൊരു മാമ്പഴം കിട്ടിയിട്ടില്ലെന്ന് ഇവർ പറഞ്ഞു. ശരിക്കൊരു സർപ്രൈസ് ആയിരുന്നത്. പഴുത്ത മാങ്ങ കൊണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഈ പഴമാങ്ങാക്കറി. നാട്ടുമാങ്ങകളാണ് അതിന് ഏറ്റവും അനുയോജ്യം. ഒരു 25ഓളം പഴുത്ത മാങ്ങ ഇതിനെടുത്തിട്ടുണ്ട് ഉണ്ടാക്കാൻ. തൊട്ട് 25 മാങ്ങയ്ക്കൊക്കെ 1 കിലോ ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ് ഇതിനകത്ത് ചേർക്കുന്നത്. നേരത്തെയൊക്കെ മൺചട്ടികളിൽ ഇത് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞങ്ങൾ പ്രഷർ കുക്കറിലാണ്. കുക്കറിൽ മാങ്ങയും ശർക്കരയും നിരപ്പേ വെള്ളവും ഈ കാണുന്ന പോലെ ഒഴിച്ച് നമുക്കത് അടച്ച് വേവിക്കാൻ വെക്കാം. ഒരു ചെറിയ അളവിൽ മാത്രം ഉപ്പ് ചേർക്കുക, ഒരു 1/4 ടീസ്പൂണൊക്കെ. കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ, അല്ലെങ്കിൽ നന്നായിട്ട് വേകണമെങ്കിൽ 2 വിസിൽ. കുക്കർ മീഡിയം ഫ്ലെയിമിലാക്കുക. 3 ചുവന്നുള്ളി, 1 പച്ചമുളക്, 1/2 മുറി തേങ്ങ, കുറച്ച് മഞ്ഞൾ ചേർത്ത് അരച്ചെടുക്കുക മിക്സിക്കകത്ത്. മീഡിയം ഫ്ലെയിമിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന മാങ്ങാക്കറിക്കകത്തോട്ട് ചേർക്കുക. തേങ്ങയുടെ പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇതിനുശേഷം കടുക് പൊട്ടിക്കാനായിട്ട് കടുക്, കുറച്ച് ഉള്ളി, അതുപോലെ തന്നെ കറിവേപ്പില എടുക്കാം. എണ്ണ നന്നായി ചൂടാകുമ്പം കടുക് ചേർക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് കറിവേപ്പിലയും ഉള്ളിയും ചേർത്ത് ഇതുപോലെ നല്ല ബ്രൗൺ നിറം ആവുന്നവരെ ഇളക്കി കൊടുക്കാം. അത് കറിയിലേക്ക് ചേർക്കുക. ഇതിങ്ങനെ ഉണ്ടാക്കിയപ്പോഴാണ് അനിയൻ പറഞ്ഞിട്ട് കുറച്ച് ലസ്സി എന്നാ ഉണ്ടാക്കാൻ. ഇനി വെച്ച് പഴുത്ത മാങ്ങ ഉള്ളതുകൊണ്ട് അതും തൈരും പഞ്ചസാരയും ചേർത്ത് പെട്ടെന്ന് തന്നെ ഒരു ഗ്ലാസ് ലസ്സി ഉണ്ടാക്കിയെടുത്തു. പഴമാങ്ങാക്കറി ചിലർ കറിയായിട്ടും ചിലർ ഡെസേർട്ട് പോലെയും കഴിക്കും. അങ്ങനെ വേനലവധിക്കാലത്ത് ഞങ്ങൾ ബാക്കി പിന്നെ ബീച്ചിലും പാർക്കിലും ഒക്കെ ആയിട്ട് പോയി. ഇനി സ്കൂൾ തുറക്കാൻ കുറച്ച് ദിവസങ്ങളും കൂടി ബാക്കി. ഇന്നത്തെ ചെറിയ സന്തോഷങ്ങളാണ് പിന്നത്തെ വലിയ ഓർമ്മകൾ.